CPM-ൻ്റെ നേതാക്കൾ മാത്രമല്ല സമൂഹത്തിൻ്റെ പരിച്ഛേദം ഒന്നാകെ ഈ എറണാകുളം ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കുറേ സമയങ്ങളായി കാണുകയാണ്. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാലും VM സുധീരനും ഹൈബി ഈഡനുമെല്ലാം ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. അതുപോലെ തന്നെ BJP നേതാവായ രാധാകൃഷ്ണനും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനുമെല്ലാം ഒരുപക്ഷെ ഇത്രയധികം ശിഷ്യ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു അധ്യാപകൻ ഉണ്ടോ എന്ന് സംശയമാണ്. അതുമാത്രവുമല്ല, ഈ ശിഷ്യന്മാരിൽ വലിയൊരു വിഭാഗവും കേരളം അറിയപ്പെടുന്ന പ്രമുഖരാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം. അദ്ദേഹം അത് പലതവണ പറയുകയും ചെയ്തിട്ടുണ്ട്. എത്രയോ പ്രഗത്ഭന്മാരായി പഠിച്ച കോളേജാണ് എറണാകുളം മഹാരാജാസ് കോളേജ്. അദ്ദേഹം ആദ്യം കൊല്ലം SN കോളേജിൽ 55 അധ്യാപകനായി കയറിയെങ്കിലും ഒരു വർഷം മാത്രമേ അവിടെ ജോലി ചെയ്തുള്ളൂ. പിന്നീട് അദ്ദേഹം നേരെ എറണാകുളം മഹാരാജാസ് കോളേജിൽ അവിടുത്തെ അധ്യാപകനായി ഗവൺമെൻറ് മേഖലയിലേക്ക് വരികയാണ് ഉണ്ടായത്. പക്ഷേ അവിടെ വന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അധ്യാപക ജീവിതത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക എഴുത്ത് മേഖലയെ സംബന്ധിച്ചുമൊക്കെ വലിയ ഒരു പ്രചോദനമായി. ആ നഗരം, എറണാകുളം നഗരം, അദ്ദേഹത്തിൻ്റെ ഓരോ വളർച്ചയെയും കാണുന്നത്, വളർച്ചയുടെ ഓരോ പടവും കയറുന്നത്, അവാർഡുകളുടെ ഓരോ അവാർഡുകളും അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഒക്കെ ആ നഗരത്തിൽ നിന്നുകൊണ്ടായിരുന്നു. ജോസിൽ, ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയേറെ ശിഷ്യസമ്പത്തുള്ള ഒരു ഗുരുനാഥനാണ് സാനുമാഷ എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള കേരളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. 1972-73 കാലയളവിലാണ് മഹാരാജാസ് കോളേജിൽ മമ്മൂട്ടി വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ സാനുമാഷിൻ്റെ ശിഷ്യനായിരിക്കുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മുന്നിൽ ലോക സാഹിത്യത്തിൻ്റെ ജാലകം തുറന്നിട്ടത് സാനുമാഷാണ് എന്ന് മമ്മൂട്ടി ഇന്ന് ദേശാഭിമാനിയിലെ കുറിപ്പിലൂടെ പറയുന്നുണ്ട്. നന്നായി സംസാരിക്കാനും നല്ല ഭാഷ ഉപയോഗിക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം സാനുമാഷിൻ്റെ ശിഷ്യനായതിൽ കൂടിയാണ് എന്നാണ് മമ്മൂട്ടി പറയുന്നത്. അങ്ങനെ നിരവധി ആളുകൾ അദ്ദേഹത്തെ ഇതിനോടകം തന്നെ അനുസ്മരിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയത്, ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതും സ്നേഹത്താൽ ഭരിക്കുന്നതുമായ ആദർശ ജീവിതത്തിലേക്ക് അനേകം തലമുറകളെ പ്രചോദിപ്പിച്ച ഗുരുനാഥനാണ് സാനുമാഷ എന്നുള്ളതാണ്. കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങളെയും പാശ്ചാത്യ ജനാധിപത്യ ദർശനങ്ങളെയും യുക്തിവാദ സംസ്കാരത്തെയും ശ്രീനാരായണ ഗുരുവിനെ സാമൂഹ്യ ദർശനത്തെയും സമന്വയിപ്പിച്ച് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്താ ഭൂമിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയോ പ്രമുഖരായ ആളുകളെ, അവരുടെ സാഹിത്യ സൃഷ്ടികളെ അദ്ദേഹത്തിൻ്റെ നിരൂപണം, അതിൻ്റെ വിമർശനാത്മകമായും അതിൻ്റെ എല്ലാ തെളിച്ചവും അതിൻ്റെ ഒപ്പം തന്നെ വിമർശനവും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങൾ കേരള സാഹിത്യത്തിന് നിർണായക സംഭാവന തന്നെയാണ് നൽകിയത്. ഈ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും സഹോദരൻ അയ്യപ്പനെക്കുറിച്ചും ബഷീറിനെക്കുറിച്ചും ചങ്ങമ്പുഴയെക്കുറിച്ചുമെല്ലാം അദ്ദേഹം ജീവചരിത്രങ്ങൾ എഴുതി. കുമാരനാശാൻ്റെ ജീവിതത്തെയും കവിതയെയും കുറിച്ചുള്ള നിരൂപണം, മൃത്യുഞ്ജയം കാവ്യജീവിതം എന്ന് പറയുന്ന നിരൂപണം, അതുപോലെ തന്നെ കേശവദേവിനെക്കുറിച്ച് എഴുതിയ കേശവദേവ്, ഓടയിൽ മനുഷ്യനെ കണ്ടെത്തിയ എഴുത്തുകാരൻ PK ബാലകൃഷ്ണൻ എൻ്റെ കൃതിയെക്കുറിച്ച് ഉറങ്ങാത്ത മനീഷി, അയ്യപ്പ പണിക്കരെക്കുറിച്ച് നിഷേധത്തിൻ്റെ ചാരുരൂപം, കേസരിയെക്കുറിച്ച് ഒരു കാലഘട്ടത്തിന് സൃഷ്ടാവ്, അങ്ങനെ ഓരോ മനുഷ്യരെയും ഒരു കാലഘട്ടത്തിൽ. ജോസിൽ, അദ്ദേഹം 96-ാമത്തെ വയസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെ കുറിച്ചൊരു പുസ്തകം എഴുതി. അതിനുവേണ്ടി ഒറ്റ ഇരിപ്പിന് അദ്ദേഹം ലാലേട്ടൻ്റെ എത്രയോ സിനിമകളാണ് അദ്ദേഹം കണ്ടത്. ഏതാണ്ട് 3 മാസം കൊണ്ട് അതിൻ്റെ രചന പൂർത്തീകരിക്കാൻ, ഓർക്കുക, 96-ാമത്തെ വയസ്സിൽ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സും ആ ഒരു ദൃഢ നിശ്ചയവും ഒക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാകുമല്ലോ. തീർച്ചയായിട്ടും ഷമ്മി, അദ്ദേഹം സ്ഥിരോത്സാഹത്തോടുകൂടി നിരന്തരമായി ഈ രംഗത്ത് അധ്വാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ പറയുകയാണെങ്കിൽ, ഒരു സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ ഒരു സാഹിത്യ ക്യാമ്പിൽ ഞാനും കൂടെ പങ്കെടുക്കുമ്പോൾ ആ സാഹിത്യ ക്യാമ്പിലേക്ക് വളരെ അവശനാണെങ്കിൽ പോലും അവിടെ എത്തി, ചെറിയ ഒരു ക്യാമ്പാണെങ്കിൽ പോലും അവിടെ എത്തി പുതുതലമുറയിലെ എഴുത്തുകാർ. ജോസിലേക്ക് മടങ്ങിയെത്താം.